ആ മുറിവുകൾ എങ്ങനെ സുഖപ്പെടുത്താമെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. നിങ്ങൾ അതിന് പറ്റുന്ന രീതിയിൽ ഒരു ആക്ഷൻ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ വഴി ഉണ്ടായ ഒരു മുറിവ് സുഖപ്പെടുത്താനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം. കഴിഞ്ഞ സമയം നല്ല ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള മറ്റൊരു വിഷയമാണ്. ഈ യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്കലുണ്ട്, ഒരു സ്വീകരിക്കലുണ്ട്. അതാണല്ലോ ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത്. കൊടുക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഈ കൊടുക്കലിന്റെയും സ്വീകരിക്കലിന്റെയും അനുപാതം എന്താണ്? റേഷ്യോ, അതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. നിങ്ങളിപ്പോ ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ആരാണെന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ആരാണെന്ന് ആലോചിച്ച് നോക്കി. രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. എന്താണ് ഈ കൊടുക്കൽ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, ദേഷ്യപ്പെട്ടു, എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. എപ്പോഴും ഒരാളാണ് രമ്യതപ്പെടാനായിട്ട് മുൻകൈ എടുക്കുന്നത്. ശരിയല്ലേ? ഭൂരിഭാഗം ടൈമിലും ഒരാള് അതിന് മുൻകൈ എടുക്കും. ആ ഒരാൾ എന്ന് പറയുന്നത് മിക്കവാറും സെയിം ആൾ തന്നെയായിരിക്കും. ചില ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഭർത്താവായിരിക്കും, ചില സ്ഥലത്ത് അത് ഭാര്യയായിരിക്കും. ഇപ്പോ ചില കാര്യങ്ങള്, ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വീട്ടിലെ ചില ഉത്തരവാദിത്വ നിർവഹണത്തില് ഒരു തുല്യ പങ്കാളിത്തം എടുക്കുന്നില്ല. ഒരാള് കൂടുതൽ സമയം, ഒരാള് കൂടുതൽ ഉത്തരവാദിത്തം എടുക്കുക, ഒരാള് കുറച്ച് ഉത്തരവാദിത്തം എടുക്കുക. ഇപ്രകാരം എന്താ പറയാ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് വിവാഹ ജീവിതത്തിൽ. അപ്പോ നമ്മൾ ഇന്നത്തെ വിഷയം, ഈ ഏറ്റക്കുറച്ചിൽ നമുക്ക് ബാലൻസ് ചെയ്യണം, എങ്ങനെ നമുക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അതാണ്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിവാഹ ജീവിതം നയിച്ച് കുറച്ചെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ തോന്നിക്കാണും, എന്നിട്ട് എപ്പോഴും ഞാൻ തന്നെ ഇങ്ങനെ ക്ഷമിക്കുന്നത്, ഞാൻ തന്നെ എപ്പോഴും ക്ഷമ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കുന്നത്, താങ്കൾക്ക് എടുത്തുകൂടെ? ഇതൊക്കെ ചിലപ്പോൾ വരാവുന്ന ചില ചിന്തകളാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് ഒരാളുടെ കാര്യം മാത്രമല്ലല്ലോ, രണ്ടുപേരും കൂടിയതല്ലേ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ അനുപാതം ബാലൻസ് ചെയ്യാം. ഈ കൊടുക്കൽ സ്വീകരിക്കൽ എങ്ങനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കണമല്ലോ, അല്ലെ? നമുക്കൊന്ന് ആദ്യമേ തന്നെ അത് പരിശോധിച്ച് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് കൂടുതൽ കൊടുക്കുന്നത്, ആരാണ് കൂടുതൽ സ്വീകരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ലീഡറിനോട് തന്നെ ചോദിച്ചോളാം. സിബിച്ചന്റെ വൈഫിന്റെ പേര് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സിബി ആൻഡ് ജെസ്സി. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തില് ശരിക്കും ഈ അനുപാതം എങ്ങനെയാണെന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഈ സ്വീകരിക്കല്, അത് എങ്ങനെയാണ് അതിന്റെ ഒരു അനുപാതം? ഞങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വൈഫിന്റെ ഭാഗത്തുനിന്ന് കൂടുതലും എന്റെ ഭാഗത്തുനിന്ന് കുറവും ആണ്. കൊടുക്കല് കുറവും സ്വീകരിക്കല് കൂടുതലുമാണ്. അതൊരു ഭർത്താവ് നിലയിൽ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഭാര്യ പറയുകയാണെങ്കിൽ തിരിച്ചു പറയോ അത്? അല്ല, അത് വലിയ ഡിഫറൻസ് അല്ല. ഒരു 60-40 റേഷ്യോയില് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. 60-40 റേഷ്യോയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര റേഷ്യോ നല്ലത്? 50-50 നല്ലത്, അല്ലെ? അതൊരു നല്ലൊരു കാര്യമാണ്. 100% നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ഈ നമ്മുടെ ക്രിസ്തീയ വിവാഹത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട്, വിവാഹത്തിൽ ഒരു വ്യക്തി തന്നെ മുഴുവനുമായിട്ട് നൽകാം, സ്വയം ദാനമായി തീരുന്ന സ്നേഹം. അപ്പൊ അവിടെ സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടെത്തുന്ന ഒരു കാര്യം, ഈ അനുപാതം. ഇപ്പൊ ഇവിടെ സിബിച്ചൻ പറഞ്ഞു 60-40. ഓക്കെ, നമുക്ക് ചോദിച്ചോട്ടെ, നൈജോ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാ? നൈജോ ആൻഡ് ദിവ്യ, ഈ അനുപാതം എങ്ങനെയാ? അനുപാതത്തെ കുറിച്ച് പറയുമ്പോ പ്രത്യേകമായിട്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അനുപാതത്തിന്റെ ഇത് വരുന്നത്. ചിലപ്പോ ഞാൻ ഇപ്പോ ജോലി സ്ഥലത്തു നിന്നൊക്കെ വരുമ്പോ കുറെ ടെൻഷൻ അടിച്ചോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അപ്പോൾ എനിക്ക് ഒരു 80%
വൈഫിന്റെ ഭാഗത്തുനിന്ന് സ്നേഹമായിട്ടാണ് വരുന്നത്. അപ്പോഴാണ് അതായത് എന്നെ ഒന്ന് തണുപ്പിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും എന്നുള്ള രീതിയിൽ. അപ്പൊ ആ സമയത്ത് ഒരു 80% ഞാനൊരു സ്വീകർത്താവായിട്ടാണ് നിൽക്കുന്നത്. തിരിച്ച് അതുപോലെ തന്നെ ഭാര്യയുടെ കേസിനകത്തും വരുമ്പോൾ അപ്പോഴും അവക്ക് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഞാൻ കൂടുതലായിട്ട് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെയും കൂടുതലായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ, ടോട്ടാലിറ്റി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 60-40 എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടി വരും. കാരണം ഞാൻ 60 ദിവ്യ ആയിരിക്കും നൽകുന്നത്, ഞാൻ 40 കൊടുക്കുന്നുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഈ പുരുഷന്മാരൊക്കെ 40 പിടിച്ചേക്കാണോ? സ്ത്രീകൾ 60, നമ്മൾ 40. അത് കൊള്ളാനാണ്. അത് ശരി, ഓക്കെ, ഗുഡ്. പക്ഷെ ആദ്യം പറഞ്ഞ പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ 80 കൊടുക്കും, ചിലപ്പോൾ 100 കൊടുക്കുന്നത് വരും, അല്ലെ? മറ്റേ ആള് 0 ആയിരിക്കും തരുന്നത്, ബട്ട് വി ഗീവ് 100%, അല്ലെ? ചില സമയത്ത് തിരിച്ചു വരും അത്. പക്ഷെ ആവറേജ് നോക്കുമ്പോ ഈ പറഞ്ഞ 60-40. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീഫൻ ആൻഡ് ബിജി, അവരെവിടെയാ? ആ, ഇതുപോലെ ഇരുന്നോട്ടോ, നല്ല മുഖമുണ്ട്, കാണാൻ നല്ല ഐശ്വര്യമുള്ള മുഖങ്ങളാ. ഇതുപോലെ ഇരുന്നാൽ മതി, വീഡിയോയിൽ ഇരുന്നോ. അപ്പൊ അച്ഛനെ ക്ലാസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, പറഞ്ഞോ സ്റ്റീഫൻ അല്ലെങ്കിൽ ബിജി, ആരെങ്കിലും പറഞ്ഞു. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം? ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു 2 ആഴ്ച മുൻപ് വരെ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 60-40, ഐ മീൻ 40-60 തന്നെയായിരുന്നു. ഞാൻ 40, ബിജി 60 ആയിരുന്നു. ഇപ്പൊ ഞാൻ മുൻപ് വർക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനൊരു 7 o'clock ഓഫീസിൽ പോയി തിരിച്ച് 8 മണിക്കാണ് എത്തിയിരുന്നത്. ഇപ്പൊ അത് ഫുൾ വർക്ക് ഫ്രം ഹോമിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ മെല്ലെ 50-50യിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് കൊള്ളാം, നല്ലൊരു കാര്യമാണല്ലോ അത്. അങ്ങനെ 50-50യിലേക്ക് വരണമെന്ന് എന്താ പ്രേരണ തോന്നിയത്? പ്രേരണ എന്ന് പറഞ്ഞാല് ഈ ഗ്രേസ് റിപ്പിൾസിന്റെ ക്ലാസ് ഒരു ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ നാളായിട്ട്. വെരി ഗുഡ്. വിജയ് എന്ത് പറയണു? വിജയ് എന്ത് പറയണു? അതുപോലെ ശ്രമിക്കുന്നുണ്ട്. എന്താ പറയാ, രണ്ടുപേരും ഒരേപോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയത്ത് പറഞ്ഞ പോലെ ഞാൻ വളരെ കുറവാണ്. ചില സാഹചര്യങ്ങളിൽ പറഞ്ഞ എപ്പോഴും അല്ല, ചില സാഹചര്യങ്ങൾ വരുമ്പോ എന്റെ ഭാഗത്തു നിന്നുള്ള എന്താ പറയാ സ്നേഹം കൊടുക്കൽ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെ, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ, കൊള്ളാം കൊള്ളാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്കിൽ പൈസ ഇടുന്ന മാതിരിയാണ്. ഡിപ്പോസിറ്റ് കൊണ്ട് വിത്ഡ്രോവൽ ഉണ്ട്. ചിലര് കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യും, ചിലര് കൂടുതൽ വലിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരാൾ കൂടി കേൾക്കാം. ബിനോയിനെ എനിക്ക് നേരത്തെ പറ്റുള്ളൂ. ബിനോയ് ആൻഡ് ആൻമരി നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ എങ്ങനെയാണ് ഈ അനുപാതം, എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ 70% ഇങ്ങോട്ട് പോരട്ടെ, നമുക്ക് സ്നേഹം ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ആയിരുന്നു. 30% ഒക്കെ ആയിരിക്കാം ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്, ആ ഒരു റേഷ്യോ വെച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഗ്രാജുവലി അത് ഒരു ലെവലിലോട്ട് 50-50% വന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ, അത് ആൻമേരി പറയും കുറച്ചുകൂടി വ്യക്തമായിട്ട്. ബിനോയ് പറഞ്ഞ പോലെ ആദ്യം റേഷ്യോയിലൊക്കെ കുറെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊരു റിട്രീറ്റ് ഒക്കെ കൂടിയപ്പോ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ മുടങ്ങാതെ എന്ത് സാഹചര്യം വന്നാൽ തന്നെ, ഇപ്പൊ രാവിലെ കിട്ടിയില്ലെങ്കിലും വൈകിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ കുർബാന മുടക്കാറില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എന്ന് മുതൽ ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയി തുടങ്ങിയോ അന്ന് ഞങ്ങളുടെ റേഷ്യോ 50:50 എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് 50-50 കംപ്ലീറ്റ്ലി ഞങ്ങളുടെ ബേബിക്കാണ് പോണേ. ഞങ്ങളിപ്പോ അത് പറയായിരുന്നു ഓരോ കപ്പിൾസ് ഷെയർ ചെയ്തപ്പോ. കാരണം ജോലി കഴിഞ്ഞ് നേരം വൈകിട്ട് എത്തണേ. അപ്പൊ ബേബിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ബിനോയ് ഇപ്പൊ പറയായിരുന്നു, ഇപ്പൊ 50 എനിക്ക് കിട്ടണില്ലെന്നുള്ള കംപ്ലൈന്റ് ഇപ്പൊ പറയുമായിരുന്നു. അതൊരു പറയുകയാണെങ്കിൽ ജീവിതത്തിൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റേഷ്യോ അല്ല, അതൊരു സാഹചര്യം അനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, വ്യക്തികളനുസരിച്ച് എന്നാണ് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്. ശരി, ഓക്കെ. ശരിക്കും ഐഡിയലി സ്പീക്കിംഗ്, ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ്, അതിന്റെ ഓപ്റ്റിമൽ ലെവലിൽ ചിന്തിക്കുകയാണ് എങ്കിൽ 50-50 നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഞാൻ ഒരു നന്മ അങ്ങോട്ട് ചെയ്താൽ തിരിച്ചൊരു നന്മ ഇങ്ങോട്ട് വേണ്ടേ? ഇതാണ് ബേസിക്കലി ഹ്യൂമൻ മൈൻഡ് സെറ്റ്.
അതല്ലാതെ ഒരു വരവില്ലാതെ ഒരു ചെലവ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൈജോയുടെ വൈഫിന്റെ പേര് പറഞ്ഞ അയ്യോ നൈജോ, ദിവ്യ വീട്ടില് ഒരു ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കൂലേ? കൊടുക്കും. കൊടുക്കൂലോ? നമ്മൾ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു 100% കൊടുക്കലല്ലേ അത്? തിരിച്ച് പ്രതീക്ഷിക്കാതെ കൊടുക്കും. അതല്ലേ, അതുപോലത്തെ സ്നേഹം ഈ ഭർത്താവിനോട് കാണിച്ചാൽ പോരെ? അതല്ലേ ശരിക്കും പറഞ്ഞൊരു പുണ്യം. ഭർത്താവിനോട് കാണിക്കുമ്പോ നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ആ പ്രതീക്ഷിക്കുന്ന അത്ര നല്ലതാണോ? അത്ര നല്ലതല്ല. പക്ഷെ എന്നും നമ്മൾ ഇങ്ങനെ പുണ്യം എന്നും നമ്മൾ പോലെ കൊടുത്തോണ്ടിരുന്ന തന്നെ നമ്മൾ ചെയ്യുമ്പോ ശൂന്യമായി പോകും അല്ലെ? നമുക്കതൊരു മടുപ്പായിട്ട് മാറും. തിരിച്ച് പ്രതീക്ഷിക്കാതെ മാത്രം ചെയ്യുമ്പോ നമ്മൾ കൊടുക്കുന്ന തിരിച്ച് ഭക്ഷണം പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ കഴിക്കുക. മടുപ്പായി മാറും. ഒരു ആ ഷെയറിങ് ആ അവിടെ ഇങ്ങനെ വരുമ്പോ ആ നമുക്ക് ഈ ആ പറഞ്ഞ പോലെ 50-50 ഒന്ന് ഫീൽ ചെയ്യും അതില്. ആ ആ ആ അല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കൊടുത്തു കഴിച്ചു പോകുമ്പോ അതൊരു ഈ ഭാഗം മാത്രമായിട്ട് മാറും. ഭിക്ഷക്കാരൻ നമ്മൾ 100% കൊടുക്കാണ്. അയാൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം വന്നു കഴിഞ്ഞാൽ അതെ നമ്മുടെ അതെ. മനോഭാവം മാറും അല്ലെ? യഥാർത്ഥത്തിൽ ഒരു വിവാഹബന്ധം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന അനുഭവം വേണം. കൊടുക്കൽ അനുഭവം മാത്രമാണെങ്കിൽ ഈ വിവാഹത്തിലെ സ്നേഹം വളരില്ല. കാരണം ശരിക്കും ഭാര്യ ഭർത്തൃ സ്നേഹം എന്ന് പറയുന്നത് ഒരു റെസിപ്രോസിറ്റി ഉള്ള സ്നേഹം. നിങ്ങൾ കല്യാണം കഴിച്ചപ്പോ തന്നെ അങ്ങനെയാണല്ലോ, ഏകപക്ഷീയമായിട്ടല്ലല്ലോ കല്യാണം കഴിച്ചത്. നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു ഇയാളെ ഭാര്യയായി സ്വീകരിക്കാം, മറ്റേ ആൾ പറഞ്ഞു ഇയാളെ ഭർത്താവായി സ്വീകരിക്കാം. അങ്ങനെ രണ്ടുപേരും സ്വീകരിക്കാമെന്നും കൊടുക്കാമെന്നും വാക്ക് കൊടുത്തപ്പോഴാണ് വിവാഹം തന്നെ രൂപപ്പെട്ടത്. അപ്പൊ ആ വിവാഹ ജീവിതത്തില് കാതൽ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിയൻ ആണ്, ഒരു വി ഫീലിംഗ് ആണ്. ഞങ്ങൾ ഒന്നാണ് എന്നൊരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞ വിവാഹത്തിന്റെ കാതൽ. അപ്പൊ ആ വിവാഹത്തിന്റെ കാതലില് ശരിക്കും പറഞ്ഞ കൊടുക്കലുണ്ട്, സ്വീകരിക്കലുണ്ട്. നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? നമുക്കൊരു ഫീലിംഗ് വരാണ് വി ആർ വാല്യൂഡ്, നമ്മളെ വില മതിക്കുന്നു എന്നൊരു ഫീല് വരാം. ആ വില മതിക്കുന്നു എന്നൊരു ഫീല് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ ഒരു പ്രേരണയാണ്. ഇപ്പൊ വിവാഹ ജീവിതത്തിൽ എല്ലാം ഈക്വലായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് 50-50% സംഭവിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം രണ്ടു കൂട്ടർക്കും 50-50 ആയിട്ട് പെർസെന്റേജ് വേണ്ട ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിലമതിക്കുന്നു എന്നൊരു ഫീൽ. ആ വിലമതിക്കുന്നു എന്നൊരു ഫീൽ ഇല്ലാതെ പോയാല് റിലേഷൻഷിപ്പിനകത്ത് ഒരു കാതൽ അല്ലെങ്കിൽ കാമ്പ് നഷ്ടപ്പെടും. നേരത്തെ ബിനോയി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബിനോയും അതുപോലെ തന്നെ ആൻമരിയെയും കൂടി സൂചിപ്പിച്ചല്ലോ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് കുറച്ചും കൂടി ഒരു 50-50 അല്ലെങ്കിൽ ആ തരത്തിലൊരു പരസ്പരം വാല്യൂ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു എന്നത്. നിങ്ങൾ ആദ്യത്തേത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? എന്താ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു 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 അനുഭവത്തിലുള്ള വ്യത്യാസം? അതായത് വെച്ചാ ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് അത്രയും പോറായിട്ടൊന്നും ഈ പറഞ്ഞ പോലെ പല പരിപാടികളും പല വിരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് കൊണ്ട് പല സമയങ്ങളിലും നമുക്ക് കുർബാന എന്ന് പറയുന്നതിന് ഉൾക്കൊള്ളാനോ കുർബാനയിൽ പങ്കെടുക്കാനോ സാധിച്ചിരുന്നില്ല. അപ്പൊ നമ്മളുടെ ഉള്ള കാര്യങ്ങളിലേക്ക് കുറേയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേയധികം ഞങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയെന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരു റിട്രീറ്റ് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ഇടവന്നപ്പോൾ അത് ജെറുസലേം ധ്യാനാലയത്തിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അറ്റൻഡ് ചെയ്ത സമയത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു റിട്രീറ്റിൽ നിന്ന് മനസ്സിലായതിന്റെ ബേസിസിൽ ഞങ്ങൾ കുർബാന സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യാനും കുർബാന ഉൾക്കൊള്ളാനും ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു തീരുമാനം എടുത്ത സമയത്ത് ഞങ്ങൾക്ക് കുറെ ചലഞ്ചസ് ഉണ്ടായി. കാരണം കുഞ്ഞിന്റെ കാര്യങ്ങൾ രാവിലെ ഒതുക്കി വെച്ചിട്ട് വേണം പള്ളിയിൽ പോകാനായിട്ട്. ഇപ്പൊ രാവിലെ കുർബാന കിട്ടിയില്ല, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം പോകേണ്ടി വരും. ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയും കുറച്ച് തിരക്കുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ലെന്ന് വരും. ഞങ്ങൾക്ക് രണ്ടുപേരും
പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ ഒരു ദിവസം ആൻമേരി ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓഫീസിൽ എന്തെങ്കിലും എമർജൻസി വന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരേണ്ടി വരും. ട്രിവാൻഡ്രത്തായിരുന്നു ഓഫീസ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൻമേരി ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളിപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട് ചെയ്ത് ചെയ്യും. പക്ഷേ അന്നത്തെ ദിവസം ഞങ്ങൾ കുർബാന ഒരുമിച്ചിരുന്ന് ഓൺലൈൻ വഴിയായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറേയധികം ഈ കുർബാനയിൽ സംബന്ധിച്ച് തുടങ്ങിയ സമയത്ത് ഇംപ്രൂവ്ഡ് ആയി. ഇപ്പൊ അവളില്ലെങ്കിലും ഒരു പരിധിവരെയൊക്കെ എനിക്ക് കുട്ടീനെ നോക്കാനും, ഞാനില്ലെങ്കിലും കുട്ടിയുടെ ഏകദേശം കാര്യങ്ങളെല്ലാം അവൾക്ക് നോക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ വന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും കുറേയധികം ഷെയർ ചെയ്യാനും കുറേയധികം എന്താ പറയാ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 50-50% ഞങ്ങൾ ഈ കുർബാനയിലുള്ള ഇൻവോൾവ്മെന്റ് കൂടി കഴിഞ്ഞപ്പോ കുറേയധികം ഇംപ്രൂവ്ഡ് ആയി, കുറെ മാറ്റം വന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഈ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ വർഷങ്ങളിൽ ഒരു 70% സ്വീകർത്താവായിട്ടാണല്ലോ ബിനോയ് നിന്നത്. അതെ അതെ ഏറെക്കുറെ അതെ അല്ലേ? അതെ. ഭാര്യക്ക് ആൻമരിയോട് ചോദിക്കട്ടെ. ഒരു കോള് വന്ന് ഇപ്പൊ വരും. ശരി. ഈ അപ്പോ ബിനോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, 70% സ്വീകർത്താവായി നിന്നപ്പോൾ ഒരു ഫീൽ ഉണ്ട്. ഇപ്പോ 50% സ്വീകർത്താവും 50% ദാതാവുമായിട്ട് മാറി. അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു. ഓക്കെ. ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 2 കുടുംബങ്ങളിൽ നിന്ന് ചെല്ലണ്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് സ്നേഹം കൂടുതൽ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. നേരത്തെ നൈജു പറഞ്ഞ പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫ്രസ്ട്രേഷനൊക്കെ മാറ്റും. അപ്പൊ നമ്മളൊന്ന് കെയർ ചെയ്യണം, പാമ്പർ ചെയ്യണം, ആ ഒരു സ്നേഹം കിട്ടണം. കാരണം നമ്മൾ ഓഫീസിൽ കൊടുത്ത് കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു സ്ട്രെസ്സിൽ വരുന്ന ഒരു വ്യക്തി ആ ഒരു സൈക്കിളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഗ്രാജുവലി നമ്മൾ ഈ ഒരു 50-50 റേഷ്യോ എന്ന് പറയുന്ന അല്ലെങ്കിൽ 50% കൊടുക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു ബോധ്യം വരാൻ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഒരു ബാലൻസ് വേണം. ഈ ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഒരുമിച്ച് നിന്നാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് റിട്രീറ്റിൽ നിന്ന് മനസ്സിലായി. കാരണം ഒരാള് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആഗ്രഹങ്ങളുടെ പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ. ഒരു കുടുംബബന്ധം ആവില്ല, ഒരു ദാമ്പത്യം ആവില്ല. അപ്പൊ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വലി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും, അതിപ്പോ എടുക്കുന്ന ഒരു ഡിസിഷൻ ആയാലും, ഇപ്പൊ ഒരു ഫുഡിന്റെ കാര്യമായാലും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായാലും, ബാക്കിയുള്ള എന്ത് ഡിസിഷൻസ് ആയാലും ഒരുമിച്ച് എടുക്കുകയും, അതുപോലെ തന്നെ ഒരു കാര്യത്തിലേക്ക് നമ്മളൊരു ഉദ്യമത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണെങ്കിലും രണ്ടുപേരുടെയും പരസ്പര ധാരണയോടും പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു തീരുമാനത്തിന്റെ ബേസിസിൽ ആ കാര്യം മുന്നോട്ട് പോകുള്ളൂ. അല്ല ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ആ കാര്യം ചെയ്തു കൊടുത്തോളാം, നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡാണെങ്കിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആവില്ല. അപ്പൊ ആ ഒരു ഈക്വൽ ബാലൻസ് ഇല്ലെങ്കിൽ അല്ലെ ബിനോയ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതേ, ആദ്യകാലങ്ങളിൽ ബിനോയ് വിചാരിച്ചത് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷനാണ് കൂടുതൽ അധ്വാനിക്കുന്നത്, പുരുഷനാണ് കൂടുതൽ എഫർട്ട് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീയിൽ നിന്ന് കുറച്ച് സ്നേഹം, കുറച്ച് ലാളന, അല്ലെങ്കിൽ കുറച്ച് കരുതല്, കുറച്ച് കെയർ നമുക്ക് കൂടുതൽ വേണം, അങ്ങനെ ഒരു ചിന്ത ഉള്ളത് പോലെയാണ് ബിനോയ് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്. കറക്റ്റ് ആണോ? ഞാൻ സത്യമാണ്. അതല്ലേ? പൊതുവെ നമ്മൾ ഈ പരമ്പരാഗതമായ വിവാഹ ബന്ധങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യം, വിവാഹത്തിന് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആൾ ആരാണ്? പുരുഷനാണോ സ്ത്രീയാണോ? ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല, പരമ്പരാഗത ഒരു രീതി നമ്മുടെ കാരണന്മാരാക്കിയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ. അതെ, കാരണം ആണുങ്ങളുടെ കയ്യിലായിരിക്കും ബാറ്റൺ, അവരുടെ കയ്യിലായിരിക്കും പവർ. അപ്പൊ അവരാണ് കൂടുതൽ പവർ, കൂടുതൽ സ്ത്രീകളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടുള്ള. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്, ഈ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നതിന്റെ എണ്ണം കൂടുതലാണ് പുരുഷന്മാരെക്കാൾ. കാരണം പെൺകുട്ടികൾക്ക് ഈ വിവാഹം ഡിസഡ്വാൻറ്റേജസ് ആണെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. കാരണം അവര് കൂടുതൽ ത്യാഗം ചെയ്യണം, അവര് കൂടുതൽ എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ വരുമ്പോ അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് നഷ്ടപ്പെടുന്ന പോലെ അവർക്ക് തോന്നുകയാണ്. പക്ഷെ ബിനോയിയുടെ ഇപ്പോഴത്തെ അനുഭവം അനുസരിച്ചിട്ട് അങ്ങനെ 70% സ്വീകർത്താവായി നിൽക്കുന്നതിനേക്കാൾ വളരെ സുന്ദരമാണ്, ബ്യൂട്ടിഫുൾ ആണ് ഈ 50-50 മോഡൽ അല്ലേ? അതെ, എക്സാക്ട്ലി. ഞാനപ്പോ ആ ഒരു കാര്യം, അതായത് ആൻമേരി അത് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്ത സമയത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്ത് നല്ലൊരു സുഹൃത്തിനെ പോലെ, നല്ലൊരു
പാർട്ട്ണറിനെ പോലെ കൺസിഡർ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പുകളും ഓരോ ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പോൾ അതിൽ ആ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു കാര്യം ബാലൻസ്ഡ് ആയി ഓട്ടോമാറ്റിക്കലി വന്നോളും. അത് ഞങ്ങൾ ഓക്കെ. ദാമ്പത്യത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ശരിക്കും അതിൽ പറഞ്ഞാൽ ഈ സൗഹൃദം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അനുപാതം ബാലൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ്. അല്ലെങ്കിൽ അതെ സൗഹൃദമില്ല, ഒരാൾ യജമാനനും മറ്റേ അടിമയുമായിരിക്കും. അതെ അതെ എക്സാക്ട്ലി. അല്ലേ? ഇവിടെ 70% സ്വീകർത്താവും 30% എന്താ പറയാ, ഐ മീൻ ഇപ്പുറത്ത് 30% മാത്രം സ്വീകരിക്കുന്ന ആളുമായിട്ട് നിന്നപ്പോ ഈ പറഞ്ഞ ഒരു അടിമ യജമാന റിലേഷൻഷിപ്പിന്റെ താല്പര്യം ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു സുഹൃത്തായിട്ട് ശരിക്കും പറഞ്ഞ ഒരു വിവാഹ ജീവിതം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ സൗഹൃദം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അനുപാതം ബാലൻസ് ചെയ്യണം. ശരിയാണ്, ചിലപ്പോ ഒരാഴ്ച, ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ 5-6 വർഷമൊക്കെ ചിലപ്പോൾ ഈ അനുപാതത്തിൽ വലിയ വേരിയേഷൻ കാണാം ബിക്കോസ് ഓഫ് സർട്ടൻ ഫാക്ടേഴ്സ്. കാരണം ചിലപ്പോൾ നമുക്ക് രോഗം വന്നു, അതെ ഓക്കെ, വി ആർ ഡിപ്പെൻഡന്റ് ഓൺ അതർ പേഴ്സൺ. അപ്പൊ നമ്മൾ കൂടുതൽ സ്വീകർത്താവായിട്ട് മാറി. അതെ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ ചെറുപ്രായത്തിൽ വളർന്നു വന്നപ്പോൾ നമ്മുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ചില മുറിവുകൾ നമ്മളെ വളരെ വീക്കാക്കി മാറ്റി. അപ്പോ അവിടെയും ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കെയർ വേണ്ടി വരും. പക്ഷേ ഈ അനുപാതത്തിന്റെ വ്യത്യാസം നമ്മൾ മുൻപോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരണം. അത് മാച്ച് ചെയ്യണം. അത് മാച്ച് ചെയ്യാതെ ലോങ് റണ്ണിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർക്ക് തോന്നും എനിക്ക് ഇവിടെ ഒരു വിലയില്ല, ഞാൻ എന്തിനെങ്ങനെ ജീവിക്കുന്നത്, എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യമില്ല, എന്റേതായ ഒരു സ്പേസ് ഇല്ല, ഒരു ഇടമില്ല. അങ്ങനെ വരുമ്പോ വിവാഹത്തില് ഊഷ്മളത നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു ബാലൻസ് ചെയ്യുന്ന അനുപാതത്തിൽ നമ്മൾ വളർന്നു വരണം. അത് ഓൾ ഓൺ എ സഡൻ ഈ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വി റിയലൈസ് ഓക്കെ വി നീഡ് ദാറ്റ് ബാലൻസിങ്. ശരിക്കും ഗ്രേസ് ട്രിപ്പിൾസ് ദമ്പതികൾ എന്ന നിലയിൽ നമുക്ക് കൈവരിക്കേണ്ട കാര്യമാണത്. കൊടുക്കൽ വാങ്ങലില്, ഡിപ്പോസിറ്റ് ആൻഡ് വിത്ഡ്രോവലില് ഒരു ബാലൻസ് വേണം. രണ്ടുപേരും തമ്മിൽ ബാലൻസ് വേണം. ഇപ്പൊ രണ്ടുപേർക്കും ഒരുപോലത്തെ ടാലൻസ് ആയിരിക്കില്ല, ഒരുപോലത്തെ കഴിവിലായിരിക്കില്ല. അപ്പൊ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരാൾ 80% ആയിരിക്കും, മറ്റേ 20% ആയിരിക്കും. പക്ഷെ വേറെ കാര്യത്തിൽ മറ്റേ 80%, ഇയാൾ 20%. സോ ഇറ്റ്സ് ബാലൻസിങ്. ആ ബാലൻസ് ആണ് നമുക്ക് വരണം. അതിന് വേണ്ടിയിട്ട് 2-3 കാര്യം നമുക്ക് ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം, ശരിക്കും ചിലര് കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാർ, ചിലര് സ്വീകരിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലാകുന്നുണ്ട്? ഈ കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രൂയിസ്റ്റിക് പേഴ്സൺസ്. അൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരികളാണ്. സ്വീകരിക്കുന്ന ആൾക്കാർ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. നാർസിസിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വീകരിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കുക, സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുക. എന്റെ ഭക്ഷണം റെഡിയാണോ, ഭാര്യ കഴിച്ചോ കഴിച്ചില്ലേ, ആർക്കറിയാം. അല്ലെങ്കിൽ എന്റെ വസ്ത്രങ്ങൾ അതെല്ലാം ഭംഗിയായിട്ടുണ്ടോ, മറ്റേ ആൾ ഉടുത്തില്ലേ, ആർക്കറിയാം. സോ നാർസിസിസ്റ്റിക്, സ്വന്തം കാര്യം മാത്രം നോക്കുക. ഇത് രണ്ടും പ്രത്യേക തരത്തിലുള്ള ഒരു മനോഭാവമാണ്. രണ്ടും പരാജയം, വളരെ അപകടം. ഒരാള് സ്വീകരിക്കാനിരിക്കുകയും മറ്റാൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അടിമ യജമാനൻ ബന്ധമാണ് പോഷിപ്പിക്കപ്പെടുന്നത്. അത് പിന്നീട് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വീകരിക്കലുണ്ട്, കൊടുക്കലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സ്നേഹം സ്വീകരിക്കാനായിട്ട് നിൽക്കാത്ത ആളെ സ്നേഹിക്കാൻ എളുപ്പമല്ല. ഇപ്പൊ നിങ്ങൾ ഭർത്താവ് ഭാര്യയോട് ചോദിക്കാണ്, നിനക്ക് ഞാൻ ബർത്ത്ഡേക്ക് ഒരു സമ്മാനം വാങ്ങിച്ചു തരട്ടെ, ഒരു 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 വസ്ത്രം വാങ്ങിച്ചു തരട്ടെ. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ എല്ലാത്തിനും എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇയാൾ പിന്നെ എങ്ങനെ നമ്മൾ സ്നേഹിക്കും? എന്തെങ്കിലും നമ്മളോട് വേണമെന്ന് പറയണ്ടേ? ചേട്ടാ എനിക്ക് നല്ലൊരു ടോപ്പ് വേണമെന്ന് എനിക്കൊരാഗ്രഹം എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് അവിടെ ഒരു സ്നേഹിക്കാനായിട്ട് വീടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അങ്ങനെ കൊടുക്കാനായിട്ട്. എനിക്കൊരു വികാരിച്ചിനെ അറിയാം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വികാരിച്ചനാണ്. ഞാൻ ഷെമ്മാശായിട്ട് പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ക്യാമ്പിന് വേണ്ടി ഞാൻ പോയതാണ്. അപ്പൊ ഈ വികാരിച്ചന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഈ വികാരിച്ചൻ വീടുകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, ഒരു വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല. അച്ഛന്റെ പോളിസിയാണത്, ഒരു വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല. എന്നാൽ ഈ അച്ഛന്റെ പള്ളിമേടയിൽ വന്നാൽ അച്ഛൻ എന്തെങ്കിലും കൊടുത്തേ വിടുള്ളൂ. എന്തെങ്കിലും സ്വീറ്റ്സ്, മിഠായി എന്തെങ്കിലും കൊടുത്തുള്ളൂ. പക്ഷെ അച്ഛനൊന്നും കഴിക്കത്തില്ല.
ഒരു വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല. എങ്ങനെയുണ്ട്? അപ്പോ ആ ആ ഒരു മനോഭാവം വിവാഹത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എപ്പോഴും കൊടുക്കാൻ മാത്രം സ്വീകരിക്കുന്നില്ലെന്ന് വേണ്ടെന്ന്. അതിന് പല സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടാവും അങ്ങനെ ചിന്തിക്കുന്നതിന്. അത് കണ്ടെത്തിയിട്ട് തിരുത്തി സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ്. അത് ഒരു പ്രധാനപ്പെട്ട. പിന്നെ കൊടുക്കലും ഭാഗമാണ്. ചിലര് ഈ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിനൊരു സൈക്കോളജി ഉണ്ട്. അതായത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഒരു വാലിഡേഷൻ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. വാലിഡേഷൻ കൊടുത്തു എന്നുള്ളൊരു തൃപ്തി. ഇപ്പൊ ഒരു ഭിക്ഷക്കാരൻ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു തൃപ്തി ഇല്ലേ? അയാൾ ഒന്നും നമ്മളോട് പറയണ്ട, ഒന്നും നമുക്ക് തരണ്ട, പക്ഷെ ആ പ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു തൃപ്തി ഉണ്ട്. അതൊരു പ്രത്യേക മൈൻഡ് സെറ്റാണ്. പക്ഷെ വിവാഹത്തിന് അപ്രകാരം ഒരു തൃപ്തിയിൽ ഒതുങ്ങിപ്പോയാൽ റിലേഷൻഷിപ്പ് വളരില്ല. അപ്പോ കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്വീകരിക്കണം, സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കൊടുക്കണം. ഇതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. വിത്ഡ്രോ ചെയ്യണമെങ്കിൽ ഡിപ്പോസിറ്റ് വേണ്ടേ? അല്ല, അവള് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും വിത്ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ശരിയാവില്ല. ഒത്തിരി ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ബേസിക്കലി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, വി നീഡ് ബോത്ത്. രണ്ടും വേണം, കൊടുക്കലും വേണം, സ്വീകരിക്കലും വേണം. ഇനി നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ഇപ്പോ നിങ്ങളിങ്ങനെ ഈ കൊടുക്കലും വാങ്ങലൊക്കെ ശ്രമിച്ച് ഇത്രയും വർഷം ജീവിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളിൽ ചിലർക്ക് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാവും, ഞാൻ കൂടുതൽ സ്വീകരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ കൊടുക്കുന്ന ഒരാളാണ്. ആ അവസ്ഥ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നൊരു ഫീൽ ഉണ്ടാവും. എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ പാർട്ട്ണർ കൂടുതൽ സ്വീകരിക്കുന്ന ആളാണ്, കൊടുക്കുന്നതിൽ അത്ര വലിയ ശ്രദ്ധ അയാൾക്കില്ല. എങ്ങനെ നമ്മൾ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യും? എങ്ങനെ ഇതിന് ബാലൻസ് ചെയ്യും? നിങ്ങൾക്ക് ആക്കിയാൽ എന്നോട് ഷെയർ ചെയ്യാൻ കേട്ടോ. അച്ഛാ തോമസ് ലിസി ഒന്ന് ചോദ്യം പറഞ്ഞ ഒത്തിരി പറയൂ അച്ഛാ. തോമസ് ലിച്ചി വന്നിട്ടുണ്ട്. വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ, ഒന്ന് മോന്ന് കാണിച്ച് പരിചയമുള്ള ആളാന്ന് നോട്ടെ. ഓക്കെ ചേച്ചി, ഈ ഭർത്താവിന് വേണ്ടത്ര പോലെ തരാനുള്ള മനസ്സില്ല, നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതെ, അങ്ങനെയുള്ള ഒരു കേസ് ആണെങ്കിൽ ചേച്ചി എന്ത് ചെയ്യും? കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ എന്നോർത്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യും അല്ലെ? ഇനി എന്തെങ്കിലും ഒരു മാറി ചിന്തിക്കുന്നുണ്ട്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ചിന്തിക്കും, പിന്നെ അതെന്റെ ഡ്യൂട്ടി ആണെന്നുള്ള ചിന്തയിൽ ഞാൻ ചെയ്യും. പക്ഷെ മനസ്സിൽ സങ്കടം ഉണ്ടാവും. മനസ്സിൽ സങ്കടം ഉണ്ടാവും. അതിലുള്ള കാര്യം പറയൂ അച്ഛാ. അതെ 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 അതെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഇത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കണമല്ലോ. ബാലൻസ് ചെയ്യാതെ നല്ല ജീവിതമില്ല. അതെ, അപ്പം അത് പരസ്പരം ഷെയർ ചെയ്യും. ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, എങ്കിലും ഭേദപ്പെടും അർത്ഥത്തോടുകൂടി. എടുക്കുവോ നേരം. അതെ അല്ലേ? ഓക്കെ. ഞാൻ നമ്മുടെ പോളച്ചനോട് ഒന്ന് ചോദിച്ചിട്ട്, പോളച്ച, നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പങ്കാളിക്ക് സ്വീകരിക്കുന്നതാണ് ഇഷ്ടം, കൊടുക്കാൻ താല്പര്യമില്ല. എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? കുറെ നാള് കൊടുത്തു കഴിയുമ്പോ ആള് തന്നെ തിരിച്ചറിഞ്ഞ് തിരിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ തിരിച്ചറിയുന്നത് നമ്മൾ ഏത് വിധത്തിൽ കൊടുക്കണം അതെന്ന് പറഞ്ഞു. അല്ല, മനസ്സറിഞ്ഞ് നിറച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. സ്നേഹം നിറച്ചു കൊടുക്കുക. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ് ആ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, നമ്മൾ മനുഷ്യരല്ലേ? നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ കുറച്ച് പ്രതീക്ഷകളൊക്കെ ഇല്ലേ? ആ പ്രതീക്ഷകളൊന്നും പൂവണിയാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, മടുപ്പ് വരൂല്ലേ? അപ്പൊ നമ്മൾ എന്തിന്റെ ബേസിൽ നമ്മൾ അങ്ങനെ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും? അത് യഥാർത്ഥ സ്നേഹം ജീവിത പങ്കാളിയോട് ഉണ്ടെങ്കിൽ അങ്ങനെ മടുപ്പ് തോന്നില്ലല്ലോ. കാര്യം സ്നേഹത്തിലൂടെ ജീവിത പങ്കാളിയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണല്ലോ വിവാഹ ജീവിതം കഴിക്കുന്നത് തന്നെ. എന്നാലും ന്യായമായ പ്രതീക്ഷകളൊക്കെ ഇല്ലേ പോൾച്ച? പക്ഷെ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കുറെ നാളെ കഴിയുമ്പോ ജീവിത പങ്കാളി അത് തിരിച്ചറിഞ്ഞ് ആ സ്നേഹം തിരിച്ചു തരുമെന്ന് എന്റെ അനുഭവം. ഓക്കെ, അത് നല്ലൊരു വിശ്വാസമാണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുറച്ച് പേർക്ക് കിട്ടാറുണ്ട്, ചിലർക്ക് കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തോ വേറൊരു എലമെന്റും കൂടി ഉണ്ട്. എന്താണ് ആർക്കെങ്കിലും പറയാമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്യാമോ? എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും യു ക്യാൻ ജസ്റ്റ് ഷെയർ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞോ.
നമ്മുടെ തോമസ് ചേട്ടൻ വന്നിട്ടില്ലോ, തോമസ് ചേട്ടനോട് ചോദിച്ചോക്കാം. തോമസ് ചേട്ടാ, എന്തായിരിക്കും അതിനൊരു മാർഗം? ഏത് വിധത്തിൽ കൊടുത്താലായിരിക്കും കുറച്ചും കൂടി നല്ല ഒരു റെസ്പോൺസ് കിട്ടുക? നമ്മള് പൂർണ്ണമായിട്ടും സ്നേഹം കൊടുക്കുക. ആ പൂർണ്ണതയില് തിരിച്ച് കിട്ടും എന്നുള്ള ഉറപ്പ് തന്നെ. നമ്മൾ പൂർണ്ണമായി നമുക്ക് തിരിച്ചണമെന്ന് ആഗ്രഹിക്കാതെ തന്നെ കൊടുക്കുക. ഓ, അപ്പൊ വളരെ അൾട്രൂയിസ്റ്റിക്കായ ഒരു പരോപകാരമാണ് ഉദ്ദേശിക്കണേ. സംതൃപ്തിയോടുകൂടി കൊടുക്കുക. സംതൃപ്തിയോടുകൂടി കൊടുക്കുക. ഓക്കെ 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 ഓക്കെ. എനിക്ക് തോന്നുന്നത് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ചില സ്ത്രീകള്, ചില പുരുഷന്മാര് കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇതുപോലെ പുണ്യാന്ന് വിചാരിച്ചോണ്ട് കൊടുത്തുകൊണ്ടേയിരുന്നു, മറ്റേ ആളത് സ്വീകരിച്ചുകൊണ്ടേയിരുന്നു, അങ്ങനെ മരിച്ചുപോയി. ഒരു മാറ്റവും വന്നില്ല. മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, എന്തുകൊണ്ടാണ് ഇയാൾ എപ്പോഴും സ്വീകരിക്കുന്നതിൽ ശ്രദ്ധ? എന്തുകൊണ്ടായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നല്ല ആരോഗ്യകരമായ വിവാഹ ജീവിതത്തിന്റെ ബാലൻസിങ് ആണ്. പക്ഷെ അതില്ലാതെ ഇയാളുടെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും സ്വീകരിക്കുന്നതിനാണ്. സെൽഫ് സെന്റേർഡ്നെസ്. എന്തുകൊണ്ടായിരിക്കും അത് കാരണം? ഒന്നുകിൽ അത് അയാളുടെ ഒരു ബിലീഫ് സിസ്റ്റം ആയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത ഒരു വിഷയമാണത്. അയാളുടെ വിശ്വാസമികതയാണ്. ഇവിടെ ഞാനാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത്, അയാൾ മറ്റുള്ളവരെ എന്നെ പരിഗണിക്കണം, ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്റെ എല്ലാ കാര്യം നടത്തി തരാം, അതൊരു ഉത്തരവാദിത്തമാണത്. അങ്ങനെ സ്വയമേ തന്നെ നമ്മളൊരു ഡോമിനന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ലീഡർ എന്ന നിലയിലുള്ള ഒരു വ്യാഖ്യാനം നമ്മൾ തന്നെ കൊടുക്കണം. എന്നിട്ട് മറ്റുള്ളവരിൽ നിന്ന് അത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ വിശ്വാസമികതയിൽ ചേർത്ത് വെച്ചേക്കാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പണ്ട് അപ്പൻ അങ്ങനെയാണല്ലോ, അല്ലേ? ചില കുടുംബങ്ങളൊക്കെ കാരണവരെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അല്ല, ചില അമ്മമാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛ, നമ്മളൊന്ന് എന്താ പറയുക, വാഷ്റൂമിൽ പോയിട്ട് ഈ തോർത്തുമുണ്ടുണ്ടല്ലോ, കുളിച്ചിട്ട് തോർത്തുമുണ്ട് ഒന്ന് പിഴിഞ്ഞ് അതൊന്ന് കഴുകി അവിടെ ആ അഴയിലിടൂല, അതാ വെള്ളത്തിലിട്ടുണ്ടു. എന്റെ പണിയാണ് പിന്നെ അത് ഒന്ന് സോപ്പിട്ട് കഴുകി ഇത് പിഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്തുകൂടെ? ഞാൻ പറയുന്നത് ചിലരുടെ ഒരു വിശ്വാസ പ്രമാണമാണ് ഇതൊക്കെ എനിക്ക് ചെയ്ത് കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ വിശ്വാസ പ്രമാണത്തെ തിരുത്തണം. അത് സ്വാഭാവികമായി തിരുത്തില്ല. നമുക്ക് എല്ലാവർക്കും ചെറിയൊരു സുഖത്തോടുള്ള ഒരു ആസക്തി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ അതങ്ങനെ ഒരു ശീലമാക്കി അത് മാറ്റും. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അങ്ങനെ വെറുതെ ചെയ്തു കൊടുക്കാതെ അവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്ത്? താങ്കൾ ചെയ്യുന്ന കാര്യം പ്രോപ്പർ അല്ല എന്ന്, മാറ്റം വേണം. നമ്മൾ ആവശ്യപ്പെടണം, നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ദേഷ്യപ്പെടരുത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ, നമ്മൾ പ്രോപ്പറായ രീതിയിൽ കമ്മ്യൂണിക്കേഷന് പകരം ഇതൊക്കെ ചെയ്തു കൊടുക്കും, അവസാനം ചെറിയ കാര്യം മതി പൊട്ടിത്തെറിക്കും. അത് കൃത്യമായിട്ട് പറയണം, ചേട്ടന്റെ സ്പേസ് ഇതാണ്, എന്റെ സ്പേസ് ഇതാണ്. അതുകൊണ്ട് ചേട്ടന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചേട്ടന്റെ ഭാഗത്തും എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്, ചെയ്തു തരേണ്ടതാണ്, അല്ലെങ്കിൽ ചേട്ടൻ ആക്ട് ചെയ്യേണ്ടതാണ്. വാക്കുകൊണ്ട് പറയുന്നത് മാത്രമല്ല, ചിലപ്പോൾ പ്രവൃത്തി കൊണ്ടും നമ്മൾ പറയണം. പ്രവൃത്തി കൊണ്ടും പറയണം. നിങ്ങൾക്കറിയാലോ, ഒരു റിലേഷൻഷിപ്പില് ഒരാള് കൊടുക്കുകയും മറ്റാൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാന്ന് കരുതുക, അവിടെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഇതങ്ങനെ മുമ്പോട്ട് പോകും. ഇടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം? കൃത്യമായിട്ട് നമ്മുടെ നിലപാട് പറയണം. പറയാതെ നമ്മൾ എപ്പോഴും യെസ് 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 എന്ന് പറഞ്ഞിരുന്നാൽ മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. സോ വി ഹാവ് ടു ബി ലിറ്റിൽ മോർ അസർട്ടീവ്. വി ഹാവ് ടു ബി എന്താ പറയുക, നമ്മുടെ കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ജെന്റിലായിട്ട് പൊളൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു പ്രധാനമായ കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിലർക്ക് പൊതുവെ സഹാനുഭൂതി ഇല്ല. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ കഷ്ടപ്പാട് എന്താണ്, കൂടെ ജീവിക്കുന്നവരുടെ അവരുടെ ജീവിതത്തിന്റെ വേദന എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാനോ ഒരു മനസ്സലിവ് തോന്നാനോ ഒന്നും ഇവർക്കുള്ള കപ്പാസിറ്റി ഇല്ലെന്ന്, കഴിവില്ല. അങ്ങനെയുള്ളവരിൽ ആ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ ചില പൊടിക്കൈകളുണ്ട്. അത് ചെയ്യണം. ആ പൊടിക്കൈകൾ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പൊ ചിലരുടെ ജീവിതത്തിൽ വലിയ മുറിവുകളിന് മുമ്പ് ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് മറ്റൊരാളുടെ വേദനയിൽ മനസ്സലിവ് തോന്നാത്തത്.
അപ്പൊ ആ മുറിവിനെ സുഖപ്പെടുത്താനായിട്ട് നേരത്തെ ഇവിടെ പോളസനൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില സൗഖ്യത്തിൻ്റെതായ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് 1 വർഷം ചിലപ്പോൾ 10 വർഷം കൊടുക്കേണ്ടി വന്നേക്കാം. ബട്ട് ദർ ഈസ് എ ഹീലിംഗ് പ്രോസസ്. ആ ഹീലിംഗിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചിലപ്പോൾ അപ്പന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരാളുടെ വിഷമം എന്താണെന്ന് അറിയാനുള്ളൊരു ഇതില്ല. അല്ലെങ്കിൽ അയാളുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അപ്പനമ്മയും മരിച്ചു പോയതാണ്. അതുകൊണ്ട് അയാൾക്ക് ഒരു സോഫ്റ്റ് ഫീലിംഗ് ഇല്ല. ഇൻ ദ കേസ് വി ഹാവ് ടു സപ്പോർട്ട് ദം ടു ഹീൽ ദാറ്റ് വൂണ്ട്. അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തു വന്നേക്കാം. സോ വി വിൽ ബി ഗിവിങ് ആൻഡ് ഗിവിങ്. അത് വേണം നമുക്ക്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എ സ്ലോ ചേഞ്ച്, എ ഹീലിംഗ് പ്രോസസ്. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ ഇയാൾ ഇങ്ങനെയാണ്, ഇനി ഒരു മാറ്റവും വരില്ല എന്ന് കരുതി കൊടുക്കുന്നതല്ല. വിത്ത് ഐഡിയ ഓഫ് ഇൻഫ്ലുവൻസിങ് ദ അതർ, അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അത് വേണം. പക്ഷെ ഒരു ചേഞ്ച്, ഹീലിംഗ് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യണം. പിന്നെ ചിലപ്പോ സഹാനുഭൂതി, ഈ മുറിവിനെ പരിഹരിക്കാനായിട്ട് ഉണ്ടായ ഒരു മുറിവിന്റെ വെളിച്ചത്തിലാണ് സഹാനുഭൂതി ഇല്ലാത്തതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാം ജീവിതത്തിൽ ചില ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സഹാനുഭൂതി ഇല്ലാത്തവരെ നമ്മൾ വളരെയധികം വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ അടുത്ത് ബോധപൂർവം കൊണ്ടുപോകണം. ഇപ്പൊ ചില മാതാപിതാക്കളെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചില മക്കളെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകും. പല വിധത്തിലുള്ള ക്യാൻസർ രോഗം ബാധിച്ച മനുഷ്യരെ കാണാൻ വേണ്ടി തന്നെ. ജീവിതത്തിന്റെ വളരെയേറെ കഷ്ടപ്പാടുകളിൽ കടന്നു പോകുന്നവരെ അറിയാനായിട്ട് മാർഗങ്ങൾ ഒരുക്കും. അത് ഫിസിക്കലായിട്ട് സന്ദർശിക്കാം, അല്ലെങ്കിൽ ഈവൻ ത്രൂ സം കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ, റീഡിങ് എ ഗുഡ് നോവൽ ഓർ ഈവൻ സം ബുക്സ്. അതെല്ലാം മനുഷ്യരെ ഇതുപോലത്തെ ചില പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് എക്സ്പോസ് ചെയ്യും. അത് ബോധപൂർവം തന്നെ ഈ പാർട്ണർ ചെയ്യിക്കണം മറ്റാളെ കൊണ്ട്. വിസിറ്റിംഗ്, ഇതുപോലെ എന്നുള്ള ആൾക്കാരെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കാനോ ഒക്കെ ബോധപൂർവ്വം നമ്മുടെ വീട്ടിൽ തന്നെ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ മറ്റേ ആൾക്ക് സഹാനുഭൂതി ഉണ്ടാവുന്നത്, എമ്പതി. അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടെത്തിയിട്ട് ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് എടുക്കണം. മാത്രമല്ല അതിന് പറ്റിയ ഇതുപോലത്തെ ചില മെഷേഴ്സും നമ്മൾ അവലംബിക്കണം. അപ്പോഴാണ് ഒരു മാറ്റം സാധ്യമാകുന്നത്. ഓക്കെ. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരാൾ സ്വീകരിക്കുന്നു, മറ്റേ ആൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കൊടുക്കുന്നതിൽ ഒരു പുണ്യമുണ്ട്, നല്ല കാര്യമാണ്. കർത്താവ് ഈശോമിശിഹ കൊടുത്തു എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കും. ശരിയാണ്, കർത്താവ് ഈശോമിശിഹ കൊടുത്തു. കുരിശിൽ അദ്ദേഹം തന്നെ മുഴുവനുമായിട്ട് കൊടുത്തു. പക്ഷെ അദ്ദേഹം വെറുതെ അല്ല കൊടുത്തേട്ടോ. ഹി എക്സ്പെക്ടഡ് എ റിട്ടേൺ ഫ്രം ദ പീപ്പിൾ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് പീപ്പിൾ. ഇല്ലേ? ആൾക്കാരുടെ മാനസാന്തരം ഈശോ ആഗ്രഹിച്ചു കുരിശില്. അല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് എനിക്കൊരു ജീവിതമുണ്ട് നിങ്ങൾ പണിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇട്ടതെന്നല്ലത്. there is an expectation in return. ഒരു പ്രതീക്ഷ തിരിച്ചുണ്ടെന്ന്. അത് നമ്മുടെ മനസ്സിൽ വേണം. അല്ലാതെ വെറുതെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് ബാലൻസ് ചെയ്യണം എന്ന ഒരു മനോഭാവത്തോടെ ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് മാറ്റങ്ങൾ. ഓക്കെ, ഫൈൻ. നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 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 കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് അടുത്തൊരു മാസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യാൻ പറ്റും? എന്ത് പറ്റും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ഷൻ എന്തായിരിക്കും? അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതാണ്, കൊടുക്കല് വാങ്ങല് ബാലൻസ് ചെയ്യും. എന്തായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ഉദാഹരണം ആർക്കെങ്കിലും ഷെയർ ചെയ്യുമോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു ബാങ്ക് ഡിപ്പോസിറ്റ് പോലെയാണ്. ചിലർ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റേ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ചില ഭർത്താക്കന്മാർ ഈ കടം മേടിക്കുന്നതിലും കടം കൊടുക്കുന്നതിലും എന്താ പറയുക, ഫിനാൻഷ്യലായിട്ട് നിരുത്തരവാദിത്തമായി പെരുമാറുന്നതിലും വളരെ അഗ്രഗണ്യരാണ്. ചില ഭാര്യമാർ അധ്വാനിക്കും, എന്നിട്ട് ഇവര് കടം മേടിച്ചുകൊണ്ട് പോകും, അത് നശിപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാർ. സോ വി നീഡ് എ ചേഞ്ച്, വി നീഡ് എ ബാലൻസ്. വാട്ട് ഷാൽ വി ഡു? നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആർക്ക് ഷെയർ ചെയ്യാം? ഫിജോ ബിന്ദു ഒരു മിനിറ്റ് പോരെ. ഫിജോ ബിന്ദു ലൈനിലുണ്ടാവും? ഇല്ല. ഓക്കെ, എന്താ ശിപിച്ചെന്തോ പറയാമെന്നല്ല? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വിവാഹ ജീവിതത്തില് ആരംഭകാലം മുതൽ തന്നെ ഭാര്യ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നു, ഹസ്ബൻഡ് പുറത്തുനിന്നുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ. അപ്പൊ ഭാര്യയുടെ ജോലിയെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്വീകർത്താവെന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് കൊടുക്കുന്ന ഒരാളിലേക്ക് മാറാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം. ഓക്കെ. അപ്പൊ ശിപിച്ച പറയുന്ന ഒരു കാര്യം ഇതാണ്,
അതായത് നമ്മുടെ ഏത് മേഖലയിലാണ് നമ്മൾ കൂടുതൽ സ്വീകരിക്കുന്നത്, കൊടുക്കാൻ നമുക്ക് കഴിയാത്തത്, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ആക്ഷൻ നമ്മൾ പ്രത്യേകം ചെയ്യാണ്. എന്ത്? ഡിപ്പോസിറ്റ് ചെയ്യാൻ, കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല ഉദ്ദേശിച്ചത്. അതിപ്പോ ഈ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ വീട്ടിലിപ്പോ വീട്ടു ജോലികളിൽ ഞാൻ അധികം ഇൻവോൾവ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ഒരു കൊടുക്കുന്ന ഒരാളല്ല, എപ്പോഴും സ്വീകരിക്കുന്ന ഒരാളാണ്. ഞാൻ പോയി കൈ കഴുകി എന്താ പറയാ മേശ കസ്റ്റഡിയിൽ ഇരിക്കും, ഭക്ഷണം കഴിക്കും, പിന്നെ അവിടെ ഇരുന്ന് ടിവിയും കാണും, എഴുന്നേറ്റും പോരും. എന്നാൽ അതിന് പകരം ഇനി അവള് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പാത്രം കഴുകിവെക്കും. ഒരു ബാലൻസിങ് അല്ലെ, ഒരു മേഖലയാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? നൈജോ വന്നിട്ടില്ല, നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. നൈജോക്ക് എന്തോ പറയാനുണ്ടോ? നൈജോ, വാട്ട് ഷാൽ വി ഡു ടു ബാലൻസ് ഈ അടുത്തൊരു മാസം? എനിക്ക് തോന്നുന്നു അതായത് ഈ കൊടുക്കുന്ന വാങ്ങുന്നതിന്റെ ആ റേഷ്യോ ഒന്ന് കൂട്ടാനായിട്ട് നമ്മളൊരു ഭാര്യ ഭർത്താവിന്റെ ഒരു ബന്ധം, ഒരു സൗഹൃദ തലം കൂടി, അതായത് ഒരു സുഹൃത്ത്, ആ ഒരു സൗഹൃദ തലം കൂടി അതിനകത്ത് കൊണ്ടുവരുവാണെങ്കിൽ അത് കുറേക്കൂടി ആ സ്നേഹത്തിന്, ആ റേഷ്യോയിൽ ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കറക്റ്റാണ്. അതായത് ഭാര്യയും ഭർത്താവും തങ്ങൾ തന്നെ സുഹൃത്തുക്കളായി കാണണം. പരമ്പരാഗതമായ ഒരു ഇതല്ല, ഒരു സുഹൃത്തുമായിട്ടുള്ള സൗഹൃദം. കറക്റ്റ്. പക്ഷെ ഈ അടുത്തൊരു മാസം നമ്മൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി? അതിനുവേണ്ടി അതായത് ചില കാര്യങ്ങളിൽ ഇപ്പൊ ഭാര്യ തന്നെ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഭർത്താവും കൂടി ഒന്ന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പരസ്പരം ഒരു നല്ലൊരു റിലേഷൻ അവിടെ വരികയാണ്. അത് ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങളിലും ഭാര്യയും അങ്ങനെ ഒരു പരസ്പര ഒരു സഹകരണം വരുമ്പോൾ തന്നെ പതുക്കെ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം അവിടെ വരികയാണല്ലോ. അതായിരിക്കും എനിക്ക് തോന്നുന്നേ ഈ മെയ് മാസം നാളെ 1-ാം തീയതിയാണ്. ഈ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഫീഡ്ബാക്ക് എടുക്കുക. എങ്ങനെയാണ് നിന്റെ ഒരു ഫീലിംഗ്? എന്നാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്റെ ഒരു ഫീലിംഗ് എന്താണ്? ആരാണ് കൂടുതൽ കൊടുക്കുന്നത്, ആരാണ് കൂടുതൽ സ്വീകരിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, ഒരു ഫീഡ്ബാക്ക് കിട്ടട്ടെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷെ ഭാര്യയ്ക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഭാര്യയ്ക്ക് വേണ്ടതല്ല കൊടുക്കുന്നത്, വേറെ കുറെ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. 1-ാം തീയതി കളക്ട് ചെയ്തിട്ട് ഏത് മേഖലയിലാണ് അവർക്കൊരു കിട്ടുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ഫീൽ ചെയ്യാം. ആ രംഗത്ത് ഒരാക്ഷൻ നമുക്ക് ഈ മാസം ചെയ്താലോ? ഈ മെയ് മാസം ഒരാക്ഷൻ. അങ്ങനെ നമുക്ക് ഈ കൊടുക്കൽ വാങ്ങല്, ഡിപ്പോസിറ്റ് ആൻഡ് വിത്ഡ്രോവൽ, ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് നല്ലൊരു സൗഹൃദം നമ്മുടെ ബന്ധത്തിൽ രൂപപ്പെടുത്തിയെടുക്കണം. ഒരു സംശയവും വേണ്ട, ക്രിസ്തീയ വിവാഹം സ്വയം ദാനമായി നൽകുന്ന സ്നേഹമാണ്. ആ സ്വയം ദാനമായി നൽകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്വീകരിക്കലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേരുന്നതാണ് ഈ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്, ഒരു ഫീലിംഗ് വരുന്നത്. അതിനു വേണ്ടിയിട്ട് ഇത് നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ആക്ഷൻ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും കണ്ടുപിടിക്കുക, ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട്, എന്നിട്ട് അടുത്തൊരു മാസം ആ ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വിശേഷം ചോദിക്കാം. തുടക്കത്തിൽ ഇതുവരെ നമ്മൾ അങ്ങനെ അവലംബിച്ചിരുന്നില്ല, ഇനി നമുക്കത് ചോദിച്ചു പോകാം. അപ്പൊ കുറച്ചും കൂടി നമുക്കത് ക്രിയേറ്റീവ് ആയിട്ട് പറ്റും. അങ്ങനെ ചെയ്താലോ? ഓക്കെ, ഗുഡ്. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അച്ഛനോട് ചോദിക്കാനുണ്ടോ? ഒരു വിവാഹബന്ധവും തുടക്കത്തിൽ 50-50 ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ നേരത്തെ നമ്മുടെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ 70-30 ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 90-10 ഒക്കെ ആയിരിക്കും. പക്ഷെ ഗ്രാജുവലി അത് മാറി പോയി. എപ്പോഴും നമുക്കൊരു പരോപകാരത്തിന്റെ മൈൻഡ് സെറ്റ്, അതായത് നമ്മൾ 50-50 നിൽക്കാതെ 60-40, എപ്പോഴും ഞാൻ 10% എക്സ്ട്രാ ആയിരിക്കും എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ മറ്റേ ആളത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ സുന്ദരമായ ബന്ധമായി. ഓക്കെ, കൂടുതൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഈ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. കല്യാണം കഴിക്കാത്ത എന്റെ അഭിപ്രായം കേട്ടോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്റെ പ്രിയമുള്ള ഓരോ ഡിപ്പോസിറ്റ്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സ്നേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ഡിപ്പോസിറ്റാണ്.
മറ്റൊരാളുടെ ആവശ്യത്തെ പൂർത്തീകരിക്കുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും ഡിപ്പോസിറ്റാണ്. നിങ്ങളൊരു ഉമ്മ കൊടുത്തതിന് ഒരു ഡിപ്പോസിറ്റ് അല്ലേ? ഒരു കൈ സഹായം കൊടുത്തു നോക്കിയതിന് ഒരു ഡിപ്പോസിറ്റ് അല്ലേ? അങ്ങനെ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യാം. സോ ഫൈൻഡ് ആൻ എക്സ്ട്രാ ആക്ഷൻ ആൻഡ് ഡിപ്പോസിറ്റ് മോർ ആൻഡ് ഗീവ് എ ഗുഡ് ഫീഡ്ബാക്ക്. അങ്ങനെ നമുക്ക് ഗ്രാജുവലി വളർന്ന് നല്ലൊരു സൗഹൃദത്തിന്റെ 50-50 അനുപാതത്തിന്റെ ആ ബാലൻസിംഗിലേക്ക് വരും. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എൻജോയ് യുവർ ദ മന്ത് ഓഫ് മെയ് മാസം നമുക്ക് അറിയാലോ, അധ്വാനിച്ച നമ്മുടെ ഔസേപ്പിതാവിന്റെ മാസം. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് മാർച്ച് 1-ാം തീയതി നമ്മൾ ആ ഫീസ്റ്റ് ഒക്കെ ആഘോഷിക്കുമ്പോൾ നമുക്ക് അധ്വാനിക്കാം, ഏത് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ മെയ് മാസം വളരെ മനോഹരമാവട്ടെ. എല്ലാ ആശംസകളും കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, അവിടുത്തെ നാമത്തിൽ ഞങ്ങളെ വിവാഹത്തിലേക്ക് അവിടുന്ന് നയിച്ചു. ഇത്രയും ദമ്പതികൾ അവിടുത്തെ സ്നേഹം അനുഭവിച്ച് വളരാനായിട്ട് അവിടുന്ന് അവസരം നൽകി. അതാ നന്ദി പറയുന്നു. ഇവരുടെ ഓരോരുത്തരും ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇവരുടെ ഇടയിൽ ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടു വരുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഗ്രേസ് ശുശ്രൂഷയെ ഓർത്ത് ദൈവമേ സ്തുതിക്കുന്നു. അനേകം കുടുംബങ്ങൾക്ക് അങ്ങയുടെ സുവിശേഷം, കുടുംബത്തിന്റെ സുവിശേഷം എത്തിക്കുവാൻ അവിടുന്ന് തെരഞ്ഞെടുത്ത ഈ ദമ്പതികളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇവരെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ ഈ അധ്വാനത്തെ അവിടുന്ന് സഫലമാക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ കൂട്ടായ്മ ഇവർക്ക് നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ ആലോചിച്ചതുപോലെ തന്നെ പരസ്പരം കൊടുക്കുകയും പരസ്പരം സ്വീകരിക്കുകയും ചെയ്യുന്ന അനുപാതം അത് ബാലൻസ് ചെയ്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കുവാനും അതിന്റെ ഊഷ്മളത മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഇവിടെ കുഴിക്കുന്ന എല്ലാ ദമ്പതികളെയും കർത്താവിനെ ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷ നടത്താൻ വേണ്ടി അതിന് എഫർട്ട് എടുക്കുന്ന എല്ലാ ദമ്പതികളെയും കുടുംബങ്ങളെയും കർത്താവിനെ പ്രത്യേകമായിട്ട് പരിപാലിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെ അനേകം പേരിലേക്ക് നിന്റെ സുവിശേഷം എത്തിക്കുവാൻ ഇവരെ ഓരോരുത്തരെയും അവിടുന്ന് സജ്ജരാക്കണമേ. ഈ വരുന്ന മാസം അനുഗ്രഹത്തിന്റെ മാസമായി തീരാൻ കർത്താവിനെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.